ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു റിനാൻസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓവനോ വിപ്പിംഗ് ക്രീമോ യൂസ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ റിനാൻസ് കുക്കിംഗ് വേൾഡ് എന്ന ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അരിപ്പയിലോട്ട് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വിസ്ക് ഉപയോഗിച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി നമുക്ക് ബാറ്റർ തയ്യാറാക്കാനായി ഞാനിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും 1/4 കപ്പ് പഞ്ചസാരയും 4 എഗ്ഗും അതുപോലെ തന്നെ വാനില എസൻസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ട് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കാം. അതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 1/4 കപ്പ് പഞ്ചസാര 2 തവണയായി ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ക്രീമി കൺസിസ്റ്റൻസി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 തവണ ആക്കിയിട്ടാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ബീറ്റർ യൂസ് ചെയ്തിട്ടല്ല, സ്പാച്ചുല യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കേക്ക് പാന് ബട്ടർ യൂസ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലോട്ട് നമുക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തെടുത്താലും മതിയാവും. ഇനി അതുപോലത്തെ ഒരു അലുമിനിയത്തിൻ്റെ മൂടി വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടാണ് നമ്മുടെ കേക്ക് പാന് വെച്ചുകൊടുക്കുന്നത്. ഇനി ഒരു 30 മിനിറ്റ്സ് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കറക്റ്റ് 28 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുന്ന സമയത്ത് ഒട്ടും ഒട്ടലില്ലാതെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാനാണ് ഈ കേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഹൈലൈറ്റ് ആയിട്ട് 2 സോസ് തയ്യാറാക്കി എടുക്കാനുള്ളത്. ആദ്യം നമുക്ക് വൈറ്റ് ചോക്ലേറ്റിൻ്റെ സോസ് തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് പാലിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ പാനിലോട്ട് നമ്മൾ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ചോക്ലേറ്റിൻ്റെ മാത്രം മധുരം മതി എന്നുള്ളവർ ഷുഗർ ആഡ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലോട്ട് വൈറ്റ് കോമ്പൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു മിൽക്കിൻ്റെ മിക്സ്ചർ ഒന്ന് കട്ടിയായി വരുന്ന സമയത്താണ് നമ്മൾ ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ സോസ് ഇവിടെ നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് സോസ് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ കേക്ക് ഒന്ന് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഹൈറ്റിൽ നല്ല സോഫ്റ്റ് കേക്കാണ്. ഇനി നമുക്ക് ചോക്ലേറ്റിൻ്റെ സോസ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1.25 കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാനിലോട്ട് ഒഴിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് സോസും തയ്യാറായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് അൺസാൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് വെറ്റ് ചെയ്യാനായിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് ഹോട്ട് വാട്ടർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്കും അതുപോലെ തന്നെ ചോക്ലേറ്റും കൂടെ നല്ല മധുരമായി വരുന്നതുകൊണ്ട് ഞാൻ ഷുഗർ സിറപ്പിൽ കുറച്ച് മധുരമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മുടെ കേക്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ നമ്മുടെ 2 സോസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നട്ട്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്ക് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രീം കേക്കൊക്കെ സെറ്റ് ചെയ്യുന്നൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമ്മുടെ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒരുപാട് ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായി കേക്ക് സോക്ക് ചെയ്തെടുക്കണില്ല. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ സോസ് ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് സോക്ക് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ്, പിന്നെ വൈറ്റ് ചോക്ലേറ്റ്, പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആദ്യം വൈറ്റ് ചോക്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഇത്തിരി ലൂസായി വന്നിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റിൻ്റെ സോസ് ആണെങ്കിൽ കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ്. നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് സോസ് തയ്യാറാക്കുന്ന സമയത്ത് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എന്നത് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. ഇനി ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ലെയർ വെച്ചിട്ട് ഇതേ സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാണ്. ഇനി ടോപ്പിലായിട്ട് നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രൈൻഡ് ചെയ്ത് വെച്ചത് അതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്കൊരു ഡ്രീം കേക്കിൻ്റെ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊക്കോ പൗഡർ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേക്ക് കഴിക്കാനായിട്ട്. വിപ്പിംഗ് ക്രീമിൻ്റെ ഒന്നും ഒരു ആവശ്യം വരുന്നില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് കേക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.